ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ തലയിലൊരു ആപ്പിൾ വീണപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇത് മുകളിലേക്ക് പോവാതെ താഴേക്ക് വന്നത്? അങ്ങനെയാണത്രേ ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം ലോകത്തുണ്ടായത്. എന്നാൽ അദ്ദേഹം ചിന്തിക്കാത്ത ചില ചിന്തകളുണ്ട്. ഇത്ര നേരം ഒരു ഞെട്ടിൽ നിന്ന ഈ ആപ്പിളിനെ ആരാണ് താഴേക്ക് വീഴ്ത്തിയത്? ഭൂഗുരുത്വാകർഷണം ഇത്ര തുല്യ അളവിൽ ആരാണ് നിയന്ത്രിക്കുന്നത്? ഭൂഗുരുത്വാകർഷണം കൂടിയാൽ അത് പ്രശ്നമാണ്, ഭൂഗുരുത്വാകർഷണം കുറഞ്ഞാലും പ്രശ്നമാണ്. ഇതെല്ലാം തുല്യമാക്കുന്നത് ആരാണ്?